PSC ഹോംവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലെ 13ാമത്തെ ഓഡിയോയാണിത്. നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GSTയുടെ പൂർണ്ണരൂപം എന്ത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം? കൊച്ചി. ഹിരാക്കുഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം? ഒറീസ. പുൽമേടുകൾ കാണപ്പെടാത്ത ഏക ഭൂഖണ്ഡം? അന്റാർട്ടിക്ക. ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്ന്? 1935 ഏപ്രിൽ 1. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെൻറ്റ് നിയമം പാസാക്കിയത് എന്ന്? 2005 സെപ്റ്റംബർ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ? വിറ്റാമിൻ എ. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? അനീമിയ. ആൻറ്റിബോഡി കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മ. ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ്? സൾഫ്യൂരിക് ആസിഡ്. കേരളത്തിൽ ഓറഞ്ച് തോട്ടങ്ങൾ ഉള്ളത് എവിടെയാണ്? നെല്ലിയാമ്പതി. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യം? മാവ്. കേരളത്തിലെ ആദ്യ സോളാർ ബോട്ട്? ആദിത്യ. കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്? പന്നിപ്പനി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം? 1969. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം? ഒക്ടോബർ 2. സ്വതന്ത്ര ഇന്ത്യയുടെ ഏകീകരണത്തിൽ പട്ടേലിനെ സഹായിച്ച മലയാളി? VP കൃഷ്ണമേനോൻ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? എറണാകുളം. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം? ചെമ്പഴന്തി. തേക്കടി വന്യമൃഗസങ്കേതം ഏത് നദിയുടെ കരയിലാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി? ആനമുടി. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം? വീനസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം? മുംബൈ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ? JB കൃപലാനി. അജന്ത എല്ലോറ ഗുഹകളിലെ ചുവർ ചിത്രങ്ങൾ ഏത് കഥകളുമായി ബന്ധപ്പെട്ടതാണ്? ജാതക കഥകൾ. മുകുളനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവി? ഹൈഡ്ര. ഭഗത് സിംഗിൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു 2 പേർ? സുഖ്ദേവ്, രാജ്ഗുരു. പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ? റൈബോസിയം. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി? പെപ്സിൻ. കോശത്തിലെ ഊർജത്തിൻ്റെ ഉൽപാദന വിതരണ കേന്ദ്രം? മൈറ്റോകോൺട്രിയ. മൊബൈൽ നമ്പരുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ഹരിയാന. 2G സ്പെക്ട്രം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ശിവരാജ് പാട്ടീൽ കമ്മീഷൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്? PC മഹലനോബിസ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പരുത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം?
ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം എവിടെയാണ്? കന്യാകുമാരി. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. താഷ്കന്റ് കരാർ ഒപ്പിട്ട രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. ലോക സോഷ്യൽ ഫോറം ആദ്യമായി സമ്മേളിച്ചത് എവിടെ വെച്ചാണ്? ബ്രസീൽ. മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭൂമിയുടെ ഭാഗത്തെ പറയുന്ന പേര്? അകക്കാമ്പ്. മലയാളിയായ ആദ്യ പ്രതിരോധ മന്ത്രി? VK കൃഷ്ണമേനോൻ. ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫോക്കസ്. നിയമസഭയിൽ ആകെ അംഗങ്ങളുടെ പകുതിയും ഒന്നും ചേർന്ന് വരുന്നതാണ് കേവല ഭൂരിപക്ഷം. ജനാധിപത്യ ക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി? ബാലഗംഗാധര തിലക്. ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേരെന്ത്? മെയിൻ കാഫ്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ ഇനം? മുള. ഒന്നാം കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 126. ലോകത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം? വജ്രം. കാലാവസ്ഥാ നിരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ബലൂണിൽ നിറയ്ക്കുന്ന വാതകം? ഹീലിയം. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ? പെഡോളജി. ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുമ്പോൾ ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 16. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യം ഉപയോഗിച്ചത്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജാവ്? സമുദ്രഗുപ്തൻ. ഐലറോഫോബിയ ഏത് മൃഗവുമായി ബന്ധപ്പെട്ടതാണ്? പൂച്ച. ലോങ് വാക്ക് ടു ഫ്രീഡം എഴുതിയത്? നെൽസൺ മണ്ടേല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. മയൂര സന്ദേശത്തിൻ്റെ രചയിതാവ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകൾ ഏത്? ആൻഡിസ്. ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴം. കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം? പാറശാല. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം? 1215. മാട്ടുപ്പെട്ടിയിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം? സ്വിറ്റ്സർലൻഡ്. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം? 1956. ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമം ബന്ധപ്പെട്ടിരിക്കുന്നത്? അണുപരീക്ഷണം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം? ഓറോളജി. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം? കുരുമുളക്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം? 1995 ജനുവരി 1. തീരദേശമില്ലാത്ത സംസ്ഥാനം? ഛത്തീസ്ഗഡ്. മലബാർ മാനുവൽ രചിച്ചത് ആര്? വില്യം ലോഗൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1776. 1776. കേരളത്തിൽ തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന ജില്ല? കാസർഗോഡ്. വെള്ളത്തിലെ എണ്ണപ്പാളിയിൽ കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം? ഇൻ്റർഫെറൻസ്. കടൽ ജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലവണം? സോഡിയം ക്ലോറൈഡ്. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ജീവി? വവ്വാൽ. ആഹാര നിർമ്മാണത്തിന് വേണ്ടി സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം?
കോൺകേവ് ദർപ്പണം. വായുവിൽ പുകയുകയും ഇരുട്ടത്ത് മിന്നുകയും ചെയ്യുന്ന ഒരു മൂലകം. മഞ്ഞ ഫോസ്ഫറസ്. സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ദ്രാവകം. മെർക്കുറി. മദ്യദുരന്തത്തിന് കാരണമാകുന്ന ഒരു വിഷവസ്തു. മെഥനോൾ. മലിനമായ കുടിവെള്ളം വഴി പകരുന്ന ഒരു രോഗം. ഹെപ്പറ്റൈറ്റിസ് ഇ. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ചുവന്ന ഫോസ്ഫറസ്. പഞ്ചസാര തന്മാത്രയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം. നൈട്രജൻ. മിന്നലുണ്ടാകുന്നതിൻ്റെ ഫലമായി മണ്ണിലെത്തിച്ചേരുന്ന ഒരു സസ്യ പോഷക മൂലകം. നൈട്രജൻ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച വർഷം. 1988. രക്തത്തിൽ ഓക്സിജൻ വാഹകശേഷിയെ തടസ്സപ്പെടുത്തുന്ന മലിനീകാരി. കാർബൺ മോണോക്സൈഡ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് ആര്? റേച്ചൽ കഴ്സൺ. ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശ്. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? അമർഖാണ്ട് കുന്നുകൾ. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല? കൊല്ലം. അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്ന പേര്? സ്ട്രാറ്റസ്. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി? അക്ബർ. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം? ജപ്പാൻ. ആണവോർജ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ഹോമി ജെ ഭാഭ. കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. മലേറിയ രോഗാണുക്കളെ കണ്ടുപിടിച്ചത്? റൊണാൾഡ് റോസ്. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഇൻതാങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. റിക്ടർ സ്കെയിലിൻ്റെ അളവ് ഏത് മുതൽ ഏത് വരെയാണ്? 0 മുതൽ 7 വരെ. ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശമായി അറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? അറ്റക്കാമ മരുഭൂമി. ലവണാംശം ഏറ്റവും കുറഞ്ഞ കടൽ? അറ്റ്ലാന്റിക്. ഗ്രീനിച്ച് രേഖ എത്ര ഭൂഖണ്ഡങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 3. ലിറ്റിൽ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ. ഒരേ വേഗതയിലുള്ള കാറ്റിനെ യോജിപ്പിക്കുന്ന രേഖയെ അറിയപ്പെടുന്നത്? ഐസോടാക്. റോക്കി പർവ്വതങ്ങളുടെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചിനൂക്ക്. മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെയും വേർതിരിക്കുന്ന കടലിടുക്ക്? ജിബ്രാൾട്ടർ കടലിടുക്ക്. ഭൂമിയെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളെ പറയുന്ന പേര്? രേഖാംശ രേഖകൾ. ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം? കാശ്മീർ. ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം? കാനഡ. ഏറ്റവും വലിയ മഹാസമുദ്രം? പസഫിക് മഹാസമുദ്രം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 82.5 ഡിഗ്രി കിഴക്ക്. എഡ്മണ്ട് ഹിലരിയും ടെൻസിംഗ് നോർഗയും ചേർന്ന് എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ വർഷം? 1953 മെയ് 29. കോറൽ ദ്വീപിന് ഉദാഹരണം? ലക്ഷദ്വീപ്. സമുദ്രജലത്തിൻ്റെ ലവണത്വം എത്ര ശതമാനമാണ്?
3.5%. സംസ്ഥാന ഗവർണറുടെ അധികാര കാലാവധി എത്ര? 5 വർഷം. കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം? പേരമ്പാടി ചുരം. അയ്യങ്കാളി സ്ഥാപിച്ച പുലയ മഹാജനസഭയുടെ ആദ്യകാല പേര് എന്തായിരുന്നു? സാധുജന പരിപാലന സംഘം.